അസ്സലാമു അലൈക്കും. സിനിമയെ വെല്ലുന്ന കൊലയാണല്ലോ നടക്കുന്നത്. അൻസിൽ എന്ന യുവാവിനെ കൊന്നത് പെൺസുഹൃത്ത്, നൽകിയത് കീടനാശിനി. കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പോലീസ്. ഗ്രീഷ്മ കേസിന്റെ തനി ആവർത്തനം അല്ലേ? മേലേത്തുമാലിൽ അലിയാരുടെ മകൻ അൻസിലാണ് മരണപ്പെട്ടത്. 38 വയസ്സ്. വിഷമുള്ളിൽ ചെന്നാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. കൊടുത്തത് പെൺസുഹൃത്ത്, കാമുകി. പെൺസുഹൃത്ത് ചേലാട് സ്വദേശിയായ അദീനയാണ് അൻസിലിന് വിഷം നൽകിയത്. ഗ്രീഷ്മ കേസിന്റെ തനി ആവർത്തനം തുടരുകയാണ്. ആളുകൾക്ക് നിയമത്തെ ഭയമില്ലാതായിരിക്കുന്നു. ഇനിയും ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ വരാനിരിക്കുകയാണ്. ഇനി എന്തൊക്കെ കാണണം നമ്മളൊക്കെ. അൻസിലിന് അദീന നൽകിയത് ഗ്രീഷ്മ നൽകിയ അതേ വിഷം, പാരാക്കിറ്റ് എന്ന കീടനാശിനി. എന്നാൽ ഇത് എന്തിൽ കലക്കിയെന്നാണ് പോലീസിന് വ്യക്തമാകാത്തത്. ഗ്രീഷ്മ കലക്കിയത് കഷായത്തിലാണെങ്കിൽ അദീന കലക്കിയത് എന്തിലായിരിക്കുമെന്നാണ് പോലീസിന് സംശയം. ചേലാടുള്ള ഒരു കടയിൽ നിന്നാണ് ഈ ഒരു കീടനാശിനി വാങ്ങിയത്. ഉടനെ അറസ്റ്റ് ഉണ്ടാകും ഭേഷ്ടമായ ഭക്ഷണ വിഭവങ്ങൾ കഴിക്കാൻ. ഈ പെൺകുട്ടി എന്തിനാണ് ഇത് ചെയ്തതെന്നറിയണ്ടേ? അവിടെയാണ് കളി കിടക്കുന്നത്. സംഭവം ഗ്രീഷ്മ കേസിന്റെ അതേപോലെ തന്നെ അൻസിലിനെ ഒഴിവാക്കാൻ വേണ്ടി. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, പോലീസ് വ്യക്തമാക്കുന്നതാണ്. ഈ ഒരു പെൺകുട്ടിക്ക് അൻസിൽ മാത്രമല്ല, ഒരുപാട് യുവാക്കളുമായി ബന്ധമുള്ള ഒരു സ്ത്രീയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് കാമഭ്രാന്താണോ അതോ പണത്തിനോടുള്ള ഭ്രാന്താണോ? ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നാവാനേ വഴിയുള്ളൂ. ഒരുപാട് യുവാക്കളുമായി ബന്ധമുള്ള അദീനക്ക് ഇപ്പോൾ അടുത്തായി മറ്റൊരു യുവാവുമായി ബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ അയാളുള്ളത് ജയിലിലാണ്. അയാൾ ഉടൻ പുറത്തിറങ്ങുമെന്നറിഞ്ഞ അദീന അൻസിലിനെ ഒഴിവാക്കാനായിരുന്നു വിഷം നൽകിയത്. ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു വീട്ടിലാണ് അദീന കഴിയുന്നത്. അവിടേക്ക് അൻസിൽ പതിവായി പോകാറുണ്ടത്രേ. ഈ കഴിഞ്ഞ 30-നാണ് അദീന അൻസിലിനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്, കൊല്ലാനുള്ള പ്ലാനോടെ. വീട്ടിൽ വിളിച്ചു വരുത്തിയതിന് ശേഷം വിഷം നൽകുകയായിരുന്നു. അദീന ഒരുപാട് കള്ളക്കഥകൾ പറയുന്നുണ്ടെങ്കിലും അതിനൊന്നും യാതൊരു തെളിവുമില്ല. അതിനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും യാതൊരു തെളിവും ലഭിച്ചില്ല. സംഭവം പോലീസിന് മനസ്സിലായത് പരിശോധനയിലാണ്. അദീനയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അവിടുന്നാണ് ഈ കീടനാശിനി പോലീസിന് ലഭിച്ചത്. അതോടെ പോലീസിന്റെ ചോദ്യം തുടങ്ങി. അവശനായി കിടന്ന അൻസിൽ രാജഗിരി ആശുപത്രിയിൽ വെച്ച് ഇന്നലെ വൈകിട്ടായിരുന്നു മരണപ്പെട്ടത്. മരിക്കുന്നതിന് മുമ്പ് അൻസിൽ പോലീസിന് കൊടുത്ത മൊഴി ഇങ്ങനെയായിരുന്നു: എൻ്റെ പെൺസുഹൃത്തായ അദീനയാണ് എനിക്ക് വിഷം നൽകിയതെന്ന്. അദീന വിഷം വാങ്ങിയ തെളിവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അൻസിലിന് വിഷം നൽകിയതിന് ശേഷം അൻസിലിൻ്റെ വീട്ടിൽ അദീന വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ മകൻ വിഷം കഴിച്ച് ഇവിടെ കിടപ്പുണ്ട് എന്ന്. ഉടനെ അവർ ഓടിയെത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയെ അൻസിൽ പറയുന്നുണ്ടായിരുന്നു, അദീന എനിക്ക് വിഷം നൽകിയതായിരുന്നു എന്ന്. ഇപ്പോൾ അത് പോലീസ് തെളിയിച്ചിട്ടുമുണ്ട്. ഇതിനു മുന്നേ അൻസിലിൻ്റെ ഉമ്മയോട് അദീന പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ, നിന്റെ മകനെ ഞാൻ വിഷം കൊടുത്തു കൊല്ലുമെന്ന്. ഇത് എന്തിൻ്റെ പേരിലായിരുന്നു? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാമം മൂത്തിട്ടോ പണത്തിൻ്റെ ഭ്രാന്ത് കൊണ്ടോ? കൊലപാതകമൊക്കെ ഇപ്പോൾ കുട്ടികളിപ്പോൾ കളിക്കുന്നത് പോലെയായിരിക്കുന്നു. പേടിയില്ലാതായിരിക്കുന്നു നിയമത്തെയും നിയമപാലകരെയും. എന്തുകൊണ്ടാണ്? അതാണ് നിങ്ങളൊക്കെ ചിന്തിക്കേണ്ടത്. മരിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നല്ലോണം 3 നേരം ദൃഷ്ടാന്തം വിഴുങ്ങി ജീവിക്കുന്നതല്ലേ നല്ലത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.